ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ആവുന്നതിന് മുമ്പ് യു എസിൽ നിന്ന് പോസിറ്റീവായിട്ടുള്ള ന്യൂസ് ഉണ്ടായിരുന്നു. യു എസ് ഗവൺമെൻറ് ഷട്ട് ഡൗൺ ഫിയർ മാറുന്നു, സെനറ്റ് ഫണ്ട് ഗവൺമെൻറ്റിനെ അനുവദിക്കുന്നു എന്നുള്ള ന്യൂസ്. യു എസ് ഫ്യൂച്ചർ പോസിറ്റീവിലായിട്ടായിരുന്നു ഓപ്പൺ ആയിരുന്നത് ഏർലി മോർണിംഗ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നലെ അത്യാവശ്യം ഭേദപ്പെട്ട രീതിയിലുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടി. അതിനുശേഷം സെക്കൻഡ് ഹാഫോട് കൂടി യൂറോപ്യൻ മാർക്കറ്റ് ഓപ്പണായി അതിശക്തമായ രീതിയിൽ യൂറോപ്യൻ മാർക്കറ്റും പെർഫോമൻസ് നടത്തി. പിന്നീട് യു എസ് മാർക്കറ്റ് ഓപ്പണായി വലിയ തോതിൽ യു എസ് മാർക്കറ്റ് ഉയർന്നു. യു എസ് മാർക്കറ്റ് ഒന്ന് കണ്ടുവരാം. ഏറ്റവും താഴെ യു എസ് വിക്സ് ഒന്ന് കൂൾ ഡൗൺ ആയി 6% ഇടിഞ്ഞു. നാസ്ഡാക്ക് 2.27%, ഡോ 0.81% ഒരു റാലി. യു കെ, ഫ്രാൻസ്, ജർമ്മൻ മാർക്കറ്റുകൾ എല്ലാം തന്നെ 1% മുകളിൽ റാലി രേഖപ്പെടുത്തി. ഇനി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ചൈന, കൊറിയ, ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള മാർക്കറ്റുകൾ പോസിറ്റീവാണ്. ഗോൾഡ് $4,118 വീണ്ടും പറന്നു. ഗോൾഡ് ബിറ്റ്കോയിനും 1,06,15 എന്ന റേഞ്ചിലാണ്. ഈവൻ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഡോ ഫ്യൂച്ചറും പോസിറ്റീവ് തന്നെയാണ്. ഗിഫ്റ്റ് നിഫ്റ്റിയും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഫ്ലാറ്റായിട്ട് പോസിറ്റീവായിട്ടുള്ളൊരു ഓപ്പണിംഗ് ആണ്. ഇന്നലെ FIs ബയേഴ്സ് ആയിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച FIs ബയേഴ്സ് ആയിരുന്നു. 2 ദിവസം FIs ബയേഴ്സ് ആയിരുന്നു. യു എസ് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ഇൻഫി, വിപ്രോ, ICC, HDFC, ഡോക്ടർ റെഡ്ഡി എല്ലാം പോസിറ്റീവിൽ തന്നെയാണുള്ളത്. ഇന്നലെ നമ്മളെ മാർക്കറ്റിനെ പിടിച്ച് നിർത്തിയത് തന്നെ IT കമ്പനീസ് തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ ഇന്ന് നമുക്ക് ഇന്നലെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിനു ശേഷം ഭീതി ജനിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇനി ബുധനാഴ്ച ദിവസം നമ്മുടെ ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ പണപ്പെരുപ്പ നിരക്കവും വ്യാഴാഴ്ച ദിവസം യു എസിലെ പണപ്പെരുപ്പ നിരക്കുമാണ് നമ്മൾ ഈ ഒരാഴ്ച കാത്തിരിക്കുന്ന പ്രധാന ഈവൻറ്റുകൾ ഉള്ളത്. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഇത് ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് ഏറ്റവും കുറഞ്ഞ ചിലവിൽ ചെയ്യാനായിട്ട് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ലീഡിംഗ് ആയിട്ട് ഉള്ള ബ്രോക്കർ, അതും ടാറ്റ ഗ്രൂപ്പൊക്കെ ബാക്കപ്പ് ചെയ്യുന്ന അപ്പ് സ്റ്റോക്ക് എന്നുള്ള ബ്രോക്കർ, ഓപ്ഷനൊക്കെ വളരെ ചാർട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഓപ്ഷൻ്റെ നമുക്ക് കോൺട്രാക്റ്റുകളൊക്കെ ബൈയും സെല്ലൊക്കെ നടത്താൻ സാധിക്കും ചാർട്ടിൽ നിന്ന് തന്നെ. അത് ഒരു അഡ്വാൻറ്റേജാണ് ഓപ്ഷൻ ബയേഴ്സിന്. ഇപ്പോൾ നമുക്ക് ഈ ഇക്വിറ്റിയിൽ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്കും ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് അപ്പ് സ്റ്റോക്കിൽ. അക്കൗണ്ട് ഓപ്പണിംഗ് തികച്ചും ഫ്രീ ആണ്. ഫസ്റ്റ് കമൻറ്റിൽ അക്കൗണ്ട് ഓപ്പണിംഗ് ലിങ്ക് ഉണ്ട്, ഉപയോഗപ്പെടുത്തുക. സ്റ്റോക്കിലുള്ള വാർത്തകൾ വരുമ്പോൾ ബജാജ് ഫിനാൻസ് നെറ്റ് പ്രോഫിറ്റ് 21% ഉയർന്നു. ബ്രിട്ടാനിയയുടെ എക്സിക്യൂട്ടീവ് വൈസ് ചെയർമാൻ റിസൈൻ ചെയ്തതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. BEL കമ്പനിക്ക് 792 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. ടാറ്റ മോട്ടേഴ്സിൻ്റെ കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ഇന്ന് ലിസ്റ്റ് ചെയ്യും. ആളുകൾ ഏറെ കാത്തിരുന്ന ഒരു ലിസ്റ്റിംഗ് ആണ്. പവർമെക്ക് കമ്പനി 11% ഇയർ ഓൺ ഇയർ ഉയർന്നു. ഹഡ്കോ കമ്പനി ഇവർ 3% ഇയർ ഓൺ ഇയർ നെറ്റ് പ്രോഫിറ്റ് ഉയർന്നു. ഐഡിയയുടെ സ്റ്റോക്കിൻ്റെ ന്യൂസുകൾ ഇങ്ങനെയാണ് റീഡ് ചെയ്യേണ്ടത്. അതായത് ഐഡിയയുടെ സ്റ്റോക്ക് 6,000 രൂപ ലോസ് ഉണ്ടാക്കിയ കമ്പനി ഈ തവണ 5,500 കോടി രൂപ ലോസാണ്. കൂടാതെ കഴിഞ്ഞ 19 ക്വാർട്ടറിലെ റിസൾട്ട് എടുക്കുമ്പോൾ ഐഡിയയുടെ 19 ക്വാർട്ടറിലും ലോസ് ആണെങ്കിലും ഇത്തവണത്തെ ലോസാണ് ഏറ്റവും കുറഞ്ഞ ലോസ് എന്നുള്ളതാണ് ഐഡിയയുടെ റിസൾട്ട്. ബജാജ് കൺസ്യൂമർ നെറ്റ് പ്രോഫിറ്റ് 32% ഇയർ ഓൺ ഇയർ ഉയർന്നു. IPO വരുമ്പോൾ ഫിസിക്സ് വാല എന്ന് പറഞ്ഞൊരു IPO ഈ 3,480 കോടിയാണ് ഫണ്ട് റൈസ് ചെയ്യുന്നത്. ബൈജൂസൊക്കെ പോലെയുള്ള ഒരു കമ്പനിയാണത്. സുല വൈൻയാർഡ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 58% ഇടിവ് രേഖപ്പെടുത്തി. ഗ്ലെൻമാർക്കിൻ്റെ പുതിയ മെഡിസിന് ചൈനയിൽ നിന്ന് അപ്രൂവൽ ലഭിച്ചു. ബാലാജി അമിനീസ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 16% ഇടിവ് രേഖപ്പെടുത്തി. ഗുജറാത്ത് ഗ്യാസ് നെറ്റ് പ്രോഫിറ്റ് 15% ഇടിവ് രേഖപ്പെടുത്തി. സബ്രോസ് നെറ്റ് പ്രോഫിറ്റ് 12% ഒരു വർധനവ്. HEG കമ്പനി നെറ്റ് പ്രോഫിറ്റ് 73% വർധനവ്. സൂം ഇൻഡസ്ട്രീസ് ഈ പെൻസിലൊക്കെ ഉണ്ടാക്കുന്ന കമ്പനിയാണ്, ഈ കുട്ടികളുടെ ഈ പെൻസിൽ, പേൻ അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന കമ്പനി, അവർ നെറ്റ് പ്രോഫിറ്റ് 14% വർധനമാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയത്. അപ്പോൾ നമുക്ക് വൈകിട്ട് പോസ്റ്റ് മാർക്കറ്റ് ന്യൂസായിട്ട് എത്താം. എല്ലാവർക്കും ശുഭദിനം, നല്ലൊരു ട്രേഡിംഗ് ഡേ. താങ്ക് യു.